ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നൈസ് പത്തിരിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ പത്തിരി ഉണ്ടാക്കാൻ നമ്മൾ വാട്ടിയിട്ട് കുഴച്ച് പരത്തിയൊക്കെയല്ല ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതിന് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. ഒരു ഡ്യൂപ്ലിക്കേറ്റ് പത്തിരി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ഗ്ലാസ്സിനാണ് അളന്നെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കപ്പ് അളവ് എടുക്കാം, ഇല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും പാത്രത്തിന് അളന്നെടുത്താലും മതി. ഇനി അതേ ഗ്ലാസ്സിന് തന്നെ ഒരു 1/4 ഭാഗത്തോളം മൈദയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഗ്ലാസ് അളക്കുന്നത് നമുക്ക് മൈദയുടെ ഒക്കെ അളവ് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. കട്ടയില്ലാണ്ട് നല്ല പോലെ തന്നെ ഒന്ന് കലക്കി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ കലക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നങ്ങോട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വീട്ടിലൊരാളൊക്കെ ഒറ്റയ്ക്കാണെങ്കിൽ പത്തിരി വയ്ക്കാൻ നമുക്ക് ഇഷ്ടമായിരിക്കും, പക്ഷേ ഒരുപാട് പണിയെടുക്കണമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കുറച്ച് മടിയൊക്കെ ഉണ്ടാവും. അങ്ങനത്തെവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു ഈസി ആയിട്ടുള്ള ഒരു പത്തിരിയാണ് കേട്ടോ അത്. അപ്പോൾ നല്ല പോലെ തന്നെ കലക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾ സാധാരണ വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നല്ല പോലെ തന്നെ കലക്കി മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ കലക്കപ്പം ചുടുന്ന അത്രയും ലൂസായിട്ടല്ല ഈ മാവ് വേണ്ടത് കേട്ടോ. അതിനേക്കാളും കുറച്ചും കൂടെ കട്ടിയായിട്ട് വേണം നമുക്ക് ഈ ഒരു മാവ് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് കറക്റ്റ് നമുക്ക് വേണ്ടത്. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വെക്കണം. ഈ ഒരു സമയം കൊണ്ട് കറിയൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ മാവ് തുറന്നിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഒരു തവയോ പാനോ വെച്ചിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കുക. വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു തവ വെച്ചിട്ടുണ്ട്. അതിലൊന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്യുന്നുണ്ട്. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഓയിൽ ബ്രഷ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഞാനിവിടെ ഓയിലൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ തവിയായിട്ട് കോരി ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിക്കുന്ന സമയത്ത് തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ടൊന്ന് കറക്റ്റായിട്ട് നമുക്കൊന്ന് വേണമെങ്കിലൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ തീ കൂട്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദോശ പോലെ അതിന് ഹോൾസുകൾ വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തീ വളരെ കുറച്ച് വെച്ചാൽ മതി. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ചുട്ടെടുത്താൽ മതി. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് കളർ ചേഞ്ച് ആവാതെ നമുക്കിത് 2 ഭാഗവും നന്നായിട്ട് തന്നെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി ഇത് നിങ്ങൾക്ക് നെയ്യൊക്കെ തേച്ചിട്ട് അങ്ങനെ ചുട്ടെടുക്കണമെങ്കിൽ അങ്ങനെയും ചുട്ടെടുക്കാം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ നോർമലായിട്ട് ചുട്ടെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ചട്ടങ്ങ് വെച്ചിട്ട് 2 ഭാഗവും നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ വളരെ കനം കുറഞ്ഞിട്ടുള്ള പത്തിരി തന്നെയാണ് ഇതും. നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു പത്തിരി തന്നെയാണ്. പത്തിരീൻ്റെ കൂടെ നമ്മൾ എന്ത് കറികളൊക്കെ കഴിക്കണോ അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇതും നല്ലൊരു കോമ്പിനേഷനാണ്. വളരെ ഈസിയാണ് കേട്ടോ. ഇപ്പോൾ രാവിലെയൊക്കെ പത്തിരി ഉണ്ടാക്കാനൊക്കെ ചിലർക്ക് ഒരുപാട് ബുദ്ധിമുട്ടാവും. അങ്ങനത്തെ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ നമുക്കിത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ തവയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരപ്പം പാനിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തവയിലോ പാനിലൊക്കെ ചുട്ടെടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ചുടുന്ന ഈ ഒരു രീതിയിൽ തന്നെ ചുടണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് ചട്ടിയിൽ വേണമെങ്കിലും ഇത് ചുട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ കുറച്ച് പ്രായമായവന്മാർക്കൊക്കെ കയ്യിനൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. പത്തിരിയൊക്കെ കുഴച്ചെടുക്കാനൊക്കെ. പത്തിരി നന്നായിട്ട് കുഴച്ചെങ്കിൽ മാത്രമേ നന്നാവുള്ളൂ. ഇതാവുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും കഴിക്കുന്ന സമയത്ത്, നമ്മൾ മൈദ ചേർത്തുകൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ ഒന്ന് പാനിലും കൂടെ ഒന്ന് കാണിക്കുന്നുണ്ട്. പാനിലും നമ്മൾ ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് ഇതുപോലെ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. നമ്മളിങ്ങനെ ചുറ്റിച്ചെടുക്കുന്ന സമയത്ത് ഇത് തിന്നായിട്ട് വരുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.